റീസെൻ്റ്ലി കുറച്ചധികം പേര് ഒരേ കാര്യം എന്നോട് പറഞ്ഞ സമയത്ത് അതെനിക്ക് വീഡിയോയിലൂടെ ഷെയർ ചെയ്യണം എന്ന് തോന്നി. ഈ റൂൾ ചേഞ്ചിനൊക്കെ മുന്നേ എനിക്കുൾപ്പെടെ പലർക്കും കെയർ വിസ ആയിട്ടും അതല്ലെങ്കിൽ മറ്റ് സ്കിൽഡ് ലേബറിലൊക്കെ ഫ്രീ ആയിട്ട് വിസയുടെ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ചധികം പേര് അതെടുക്കാതിരുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് എയിം അതല്ല എന്നുള്ളത് കൊണ്ടാണ്. എടുത്തവരുടെയൊക്കെ ചോയ്സ് അതായിരുന്നു. അവരതിൽ ഹാപ്പി ആണെങ്കിൽ നമുക്കൊരു കുറ്റവും പറയാനില്ല. അതുപോലെ തന്നെ എടുക്കാത്തവരെ കുറ്റം പറയാനോ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള റൈറ്റും ആർക്കും ഇല്ല. തീരുമാനങ്ങളുടെ തെറ്റും ശരിയെല്ലാം അത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് മാറിയിരിക്കും. മറ്റൊരാളുടെ ശരി നമ്മുടെ ലൈഫിൽ ശരിയാകണമെന്നില്ല. അതുപോലെ മറ്റൊരാൾക്ക് തെറ്റായി തോന്നുന്നത് നമ്മുടെ ലൈഫിൽ തെറ്റാകണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ അതൊരു സബ്ജക്റ്റീവ് ടേമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഒറ്റപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ട. നിങ്ങളുടെ ലൈഫിൽ ഇന്ന് കുറ്റപ്പെടുത്തിയ പലരും നാളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും, നിങ്ങളെ ചെയർ ചെയ്യാനുണ്ടാവും. ഞാൻ അന്നേ പറഞ്ഞില്ലേ നീ ജയിക്കുമെന്ന് പറയാനുണ്ടാവും. കാരണം ലൈഫിൽ അങ്ങനെ പലരെയും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. പണ്ട് നീ തെറ്റ് എന്ന് പറഞ്ഞവരെ കൊണ്ട് കൈയടിപ്പിക്കുന്നതല്ലേ യഥാർത്ഥ ഹീറോയിസം. എന്തായാലും അങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും. പിന്നെ ലൈഫിൽ എങ്ങനെ എപ്പോൾ എല്ലാം അൺപ്രഡിക്റ്റബിളാണ്. കറക്റ്റായ സമയത്ത് കറക്റ്റായ തീരുമാനങ്ങൾ മാത്രം എടുക്കുന്നതല്ല ലൈഫ്. ചില സമയത്തൊക്കെ തെറ്റിപ്പോയേക്കാം. അതിൽ നിന്ന് പുറത്ത് വരുന്നതാണ് കാര്യം.